ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെനർ ഡയോഡാണ്. സെനർ ഡയോഡ് മെയിൻലി ഉപയോഗിക്കുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ്. ഓക്കെ, എ സ്പെഷ്യൽ ഡയോഡ് used as voltage regulators. A special diode used as voltage regulators. Across the diode നമുക്ക് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. Maintains constant potential across the diode. Then ഇത് വർക്ക് ചെയ്യുന്നത് ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ സെനർ ഡയോഡ് ഒരു നോർമൽ ഡയോഡ് പോലെ ആയിരിക്കും വർക്ക് ചെയ്യുക. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കും. Works as voltage regulator in reverse bias condition. Generally represent ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാണ് സെനർ ഡയോഡിന്റെ റെപ്രസെന്റേഷൻ. Then characteristics. Zener diode characteristics. റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ ആയിരിക്കും. നമ്മൾ ഇനിഷ്യലി ഒരു വോൾട്ടേജ് കൊടുക്കും. ആ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ ഡയോഡിന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് ഉണ്ടാകും. അതിനെ നമ്മൾ VZD എന്ന് വിളിക്കും. വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡ്. വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡ്. ദെൻ VZ എന്ന് പറയുന്നത് സെനർ വോൾട്ടേജ് ആണ്. VZD അതായത് നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ് മൂലം ഇതിന് അക്രോസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന വോൾട്ടേജ് അത് ലെസ് ദാൻ VZ ആകുന്ന കേസിൽ ഓഫ് കണ്ടീഷനിലായിരിക്കും. സെനർ വർക്ക് ചെയ്യില്ല. അതായത് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യില്ല, ഓഫ് കണ്ടീഷനിലായിരിക്കും. Then VZD greater than or equal to VZ ആകുന്ന കണ്ടീഷനിൽ സെനർ ഡയോഡ് ഓൺ കണ്ടീഷനിലെത്തും. ഓക്കെ, ഇനി
സെനർ ഡയോഡ്, അതായത് വി സെഡ് ഡി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു വി സെഡ് ആകുന്ന എപ്പോ വി സെഡ് ആകുമോ അപ്പോഴേ ഇത് ഓൺ കണ്ടീഷനിൽ എത്തുള്ളൂ. പിന്നെ നമ്മൾ വോൾട്ടേജ് കൂട്ടുവാണ്. പിന്നെ നമ്മൾ വോൾട്ടേജ് കൂട്ടിക്കൊടുത്താൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മള് ജസ്റ്റ് വി നമ്മൾ കൂട്ടുവാണ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കണ്ട. ഓക്കെ, അല്ല കുഴപ്പമില്ല. വി നമ്മൾ കൂട്ടുവാണ്. വേണ്ട, ഗ്രാഫ് വേണ്ട. അതായത് ജസ്റ്റ് ഞാൻ പറയുന്ന കേക്ക്. ആദ്യം ഇനിഷ്യലി ഇത് 0 ആണെന്ന് വിചാരിക്കുക. ദെൻ ഇതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വി ഇൻക്രീസ് ചെയ്യുകയാണ്. എഴുതണ്ട, ഒന്ന് കേട്ടിരുന്നാൽ മതി. വി ഇൻക്രീസ് ചെയ്യുകയാണ്. ഫ്രം 0.1 ടു ഇൻക്രീസ് ചെയ്യുകയാണ്. ഇത് ഏതൊരു ലിമിറ്റ് വി സെഡ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് വരെ എത്തുന്നത് വരെ നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പം ഇതിന് അക്രോസ് ആയിട്ട് മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ഈ വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണ്. ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇനിഷ്യലി ഇൻക്രീസ് ചെയ്യും. എപ്പോ വരെ ഇൻക്രീസ് ചെയ്യും? വി ഇസഡ് ആകുന്ന വരെ ഇൻക്രീസ് ചെയ്യും. ഇനി പിന്നെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിക്കൊടുത്തു. പിന്നെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുമ്പോൾ വി ഇസഡ് ഡി ഇൻക്രീസ് ചെയ്യണം. ബട്ട് അത് ഇൻക്രീസ് ചെയ്യില്ല, വി സെഡിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഉദാഹരണത്തിന് വി സെഡ് ഈക്വൽ ടു 5 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. നമ്മള് ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് വരുവാണ്. ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് വരുമ്പം ജനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0യിൽ നിന്ന് കൂടി വരും. 0, 1, 2, 3, ദെൻ ആഫ്റ്റർ സം ടൈം അത് 5 വോൾട്ട് ആകും. ഇതിപ്പോ സെനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 5 വോൾട്ട് ആയി. സെനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി സെഡ് ആകുന്ന സമയത്ത്, സെനർ വോൾട്ടേജ് ആകുന്ന സമയത്ത് നമ്മളുടെ ഡയോഡ് ഓൺ സ്റ്റേറ്റിലേക്ക് പോകും. ഡയോഡ് ഓൺ സ്റ്റേറ്റിലേക്ക് പോയാൽ നമ്മൾ പിന്നെ ഇൻപുട്ട് എത്ര കൂട്ടിക്കൊടുത്തിട്ടും കാര്യമില്ല, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി സെഡിൽ സാച്ചുറേറ്റ് ചെയ്യും. പിന്നെ അതിന്റെ മുകളിലേക്ക് വോൾട്ടേജ് കൂടില്ല. വി സെഡ് ഡി, അതായത് ഒരു വി സെഡ് ലെസ് ദാൻ വി സെഡ് എന്ന കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വി സെഡ് ഡി ആണ്. സെനർ ഡയോഡിനെക്കാട്ടിയും ലെസ് ദാൻ ആണ് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അതായത് ഇൻപുട്ട് മൂലം നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് സെനർ ഡയോഡിനെക്കാട്ടിയും കുറവാണെങ്കിൽ അവിടെ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ കൊടുത്ത വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് മൂലം ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി സെഡ് ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി സെഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് മുഴുവൻ വി സെഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടി കൊടുത്ത് നമുക്ക് എത്താവുന്ന മാക്സിമം അക്രോസ് വോൾട്ടേജ്, സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഇവിടെ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെനർ വോൾട്ടേജ് ആയിരിക്കും. മനസ്സിലുണ്ടാവട്ടെ? ഓക്കെ, ബാക്ക് ടു സെനർ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് സെനർ ഡയോഡ് ഓൺ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് എപ്പോഴും വി സെഡ് ആയിരിക്കും. ഇതിനെ അക്രോസ് ആയിട്ട് മെഷർ ചെയ്യുന്ന വോൾട്ടേജ് തന്നെയാണ് RLനെ അക്രോസ് ആയിട്ടുള്ള മെഷർ ചെയ്യുന്ന വോൾട്ടേജ്. ഇതൊരു പാരലൽ സർക്യൂട്ട് അല്ലേ? ഓക്കെ, ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡയഗ്രാം വരച്ചാല് പ്രത്യേകിച്ചൊന്നും വരയ്ക്കാനില്ല, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ
സെനർ ഡയോഡ് ഒരു നോർമൽ ഡയോഡ് പോലെ വർക്ക് ചെയ്യും ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ. സെനർ ഡയോഡ് എന്ന് പറയുന്ന സാധനം ഒരു നോർമൽ ഡയോഡ് പോലെ വർക്ക് ചെയ്യും. റിവേഴ്സ് ബയാസ് കണ്ടീഷൻ, ഇതാണല്ലോ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ. റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുന്നത് മൂലം ഇവിടെ വോൾട്ടേജ് കൂടി കൂടി വരും. ദെൻ ഒരു പർട്ടിക്കുലർ സെനർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ, VZ എത്തിക്കഴിഞ്ഞാൽ ദെൻ ആ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ആ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി ഫിക്സ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. VZD ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VZ ആകുന്ന കണ്ടീഷനിൽ സെനർ ഡയോഡ് ഓൺ ആകും. സെനർ ഡയോഡ് ഓൺ ആയാൽ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് 4 സെറ്റ് പ്രോബ്ലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 സെറ്റ് പ്രോബ്ലംസ്. ആണ് പഠിക്കാൻ. ഇത് വേറൊന്നുമില്ലല്ലോ, വേറൊന്നുമില്ല. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഡയഗ്രാം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് 4 സെറ്റ് പ്രോബ്ലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, V input and RL. V input and RL is fixed. V input and RL is fixed. സെനർ ഡയോഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് V input and RL is fixed. ഇതാണ് V ഇൻപുട്ട്. നമുക്കൊരു സെനർ ഡയോഡ് ഉണ്ടാവും. then RL. VZ ആണ് സെനർ വോൾട്ടേജ്. then ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടെത്തണം. ആക്ച്വലി ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ ആണ്. ഇത് R റെസിസ്റ്റൻസ്. ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ അല്ലേ? R അല്ല, ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ ആണ്. ദെൻ RLന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, RLന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റർ നമ്മൾ സെനറിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് VZD എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. VZD ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു RL ഡിവൈഡഡ് ബൈ R പ്ലസ് RL അല്ലേ, വോൾട്ടേജ് ഡിവിഷൻ. ദെൻ ഈ VZD ലെസ് ദാൻ, നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് VZD ലെസ് ദാൻ VZ ആകുന്ന കണ്ടീഷനും, അടുത്തത് VZD ഗ്രേറ്റർ ദാൻ VZ ആകുന്ന കണ്ടീഷനും. നിങ്ങൾക്ക് ഈ VZDയും VZും എന്താണെന്ന് ഓർമ്മ ഉണ്ടാവണം. VZD എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. VZ എന്ന് പറയുന്നത് സെനറിന്റെ വോൾട്ടേജ് ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് VZD എപ്പം സെനർ വോൾട്ടേജുമായിട്ട് ഈക്വൽ ആകുന്നോ ആ കണ്ടീഷനിൽ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് സാച്ചുറേറ്റ് ചെയ്യും. VZD ലെസ് ദാൻ VZ ആകുന്ന കണ്ടീഷനിൽ സെനർ ഓഫ് ആയിരിക്കും.
ദെൻ നമ്മുടെ ആദ്യത്തെ സർക്യൂട്ട് നമ്മളൊന്ന് റീറൈറ്റ് ചെയ്ത് വരച്ചാല് വി ഇൻപുട്ട് R, ജനർ ഓഫ് ആണെന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും RL. ദെൻ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്താൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. IR-ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെയായിരിക്കും IRL-ലൂടെ ഫ്ലോ ചെയ്യുക. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും IR ഈക്വൽ ടു IRL. ദെൻ ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ IZ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ കേസിൽ IZ എന്ന് പറയുന്നത് 0 ആയിരിക്കും. IZ 0 ആണെങ്കിൽ നമുക്കൊരു ടേം ഉണ്ട് PZ, മാക്സിമം ജനർ പവർ. മാക്സിമം ജനർ പവർ which is equal to IZ into VZ. അതെന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് ജനർ ഓഫ് ആയിട്ടുള്ള കണ്ടീഷൻ. നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ VI-യും RL-ഉം ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ദെൻ അതിന്റെ രണ്ട് കണ്ടീഷൻ, ഒന്ന് ജനർ ഓഫ് ആയിട്ടുള്ള കണ്ടീഷൻ, അപ്പൊ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലോഡ് റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് IR-ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെ ആയിരിക്കും. ജനർ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആയിരിക്കും, കാരണം അതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ദെൻ VZ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VZD ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VZ ആകുന്ന കണ്ടീഷൻ, അവിടെ ജനർ ഓൺ ആണ്. ജനർ ഓൺ ആണെങ്കിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇതാണല്ലോ ഇൻപുട്ട്, ഇത് റെസിസ്റ്റൻസ് R. ദെൻ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ IZ എന്ന് വിളിക്കും, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ IRL എന്ന് വിളിക്കും. ദെൻ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IR. IR എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു IZ പ്ലസ് IRL ആണ്. ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് VZ അല്ലേ. ദെൻ അതിനെ നമുക്ക് ഈ ജനർ ഡയോഡിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ജനർ ഡയോഡിനെ നമുക്ക് ഒരു ഡയോഡ് വെച്ച്, അപ്പൊ നമ്മൾ ഡയോഡ് വെച്ച് മാറ്റി എഴുതുമ്പോഴേ നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും ഇങ്ങനെ വരും. കാരണം നമുക്ക് ഇതിന് അക്രോസ് ആയിട്ട് ഒരു പോസിറ്റീവ് VZ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ജനറൽ വോൾട്ടേജ് ഒരു പോസിറ്റീവ് VZ ആയിരിക്കും. ദെൻ നമ്മൾ ഈ ഡയോഡിനെ റീറൈറ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിലേ, നമ്മൾ ഈ ഡയോഡിനെ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ സാധാരണ ഒരു ഡയോഡിനെ റീപ്ലേസ് ചെയ്യാറ് എങ്ങനെയാ, പോസിറ്റീവ് ടെർമിനലിലും നെഗറ്റീവ് ടെർമിനലും വേറൊരു ബാറ്ററി വെച്ചാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാറ്. ബട്ട് ജനർ ഡയോഡിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റീപ്ലേസ് ചെയ്യാറ്. കാരണം ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ ആണ് നമുക്ക് കിട്ടുന്നത്, മൈനസ് VZ അല്ല, പോസിറ്റീവ് VZ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ സാധാരണ ഒരു ഡയോഡിനെ റീപ്ലേസ് ചെയ്യാൻ നേരത്ത് ഒരു ബാറ്ററി ഉപയോഗിക്കും. പോസിറ്റീവ് P ജംഗ്ഷന് പകരം ഒരു പോസിറ്റീവ് ടെർമിനലിലും N ജംഗ്ഷന് പകരം ഒരു നെഗറ്റീവ് ടെർമിനലും വയ്ക്കും. ഇതാണ് ഇൻ ജനറലി നമ്മളൊരു ഡയോഡിനെ റീപ്ലേസ് ചെയ്യാറ്. ബട്ട് ജനർ ഡയോഡിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ തിരിച്ചു വരയ്ക്കണം. കാരണം ജനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ ആണ്. ആ വോൾട്ടേജ് നമ്മളിവിടെ വരയ്ക്കും, അതുകൊണ്ടാണ്. ദെൻ നമുക്കിവിടെ ലൂപ്പ് അനാലിസിസ് ചെയ്യാം. ലൂപ്പ് അനാലിസിസ്. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണേ. കാരണം ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ ആണ്. നമ്മൾ ആ വോൾട്ടേജ് VZ-നെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു ഡയോഡിനെ നമ്മൾ
ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പം പോസിറ്റീവ് ടെർമിനലിന് പകരം പോസിറ്റീവ് ടെർമിനലും എൻ സൈഡിന് പകരം നെഗറ്റീവ് ടെർമിനലും ആണ് ഉപയോഗിക്കുന്നത് സാധാരണ ഒരു ഡയോഡിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ സെനർ ഡയോഡിനെ റീപ്ലേസ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മൾ അവിടെ നെഗറ്റീവ് ടെർമിനലിന്റെ പ്ലേസിലാണ് നെഗറ്റീവ് എൻ സൈഡിന്റെ പ്ലേസിലാണ് പോസിറ്റീവ് ടെർമിനലും പി സൈഡിന്റെ പ്ലേസിലാണ് നെഗറ്റീവ് ടെർമിനലും വരയ്ക്കുന്നത്. ഓക്കെ, അതൊന്ന് നോക്കണം. ഓക്കെ, നമ്മളിവിടെ ലൂപ്പ് അനാലിസിസ് ചെയ്യുവാണ്. ദെൻ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു മൈനസ് വി ഇൻ പ്ലസ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആർ ഇൻറ്റു ആർ പ്ലസ് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി ഇസഡ് പ്ലസ് വി ഇസഡ് ഈക്വൽ ടു 0. ദെൻ സെക്കൻഡ് വൺ, ഇവിടെ നമ്മൾ ലൂപ്പ് അനാലിസിസ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് വി ഇസഡ് പ്ലസ് ഐ ആർ എൽ ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ആർ എൽ, ഐ ആർ എൽ ഇൻറ്റു ആർ എൽ ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഐ ആർ എൽ കിട്ടും അല്ലേ? ഐ ആർ എൽ ഈക്വൽ ടു വി ഇസഡ് ഡിവൈഡഡ് ബൈ ആർ എൽ എന്ന് കിട്ടും. നമുക്കിവിടെ സെനർ ഡയോഡാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ലൂപ്പ് അനാലിസിസ് കുഴപ്പമില്ലല്ലോ, രണ്ട് ലൂപ്പിലും ലൂപ്പ് അനാലിസിസ് ചെയ്തു. ദെൻ ഐ ആർ എൽ ഈക്വൽ ടു വി ഇസഡ് ഡിവൈഡ് ബൈ ആർ എൽ എന്ന് കിട്ടി. ദെൻ ഐ ഇസഡ് എന്ന് പറയുന്നത് ഐ ആർ എന്ന് പറയുന്നത് ഐ ഇസഡ് പ്ലസ് ഐ ആർ എൽ ആണല്ലോ. ഇതിൽ നിന്ന് ഐ ഇസഡ് ഈക്വൽ ടു ഐ ആർ മൈനസ് ഐ ആർ എൽ എന്ന് എഴുതാം. ഐ ആർ എൽ കിട്ടി, ഐ ആർ കണ്ടെത്തണം. ഓക്കെ, ഐ ആർ കണ്ടെത്താൻ ആദ്യത്തെ ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ആദ്യത്തെ ലൂപ്പ് അനാലിസിസ് ചെയ്ത ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇതിൽ നിന്ന് ഐ ആർ കിട്ടും. ദാറ്റ് ഈസ് അതിൽ നിന്ന് കിട്ടുന്ന ഐ ആർ ഈക്വൽ ടു വി ഇൻ മൈനസ് വി ഇസഡ് ഡിവൈഡഡ് ബൈ ആർ. വി ഇൻ മൈനസ് വി ഇസഡ് ഡിവൈഡഡ് ബൈ ആർ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ ഐ ഇസഡ് ഈക്വൽ ടു വി ഇൻ മൈനസ് വി ഇസഡ് ഡിവൈഡഡ് ബൈ ആർ മൈനസ് വി ഇസഡ് ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് ഓൺ കേസിൽ സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഇക്വേഷൻ. സെനർ ഡയോഡ് ഓൺ ആയിരിക്കുന്ന കേസിൽ സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഇക്വേഷൻ. കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലേ? ജസ്റ്റ് ഇവിടെ ആർ എൽ. ഓക്കെ, ഇത് ആറ്. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഓൺ സ്റ്റേറ്റിലാകുമ്പം അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി സെഡ് ആയിരിക്കും. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ഇതിൽ നിന്ന് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. ഇതിൽ നിന്ന് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഇവിടെ ഡിവൈഡ് ചെയ്തു പോകുന്നത്. ഐ സെഡ് പ്ലസ് ഐ ആർ എൽ. ദെൻ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ എല്ലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി സെഡ്. ദെൻ ഐ ആർ എല്ലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വി സെഡ് ഡിവൈഡഡ് ബൈ ആർ റെസിസ്റ്റൻസ്. ദെൻ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഐ ആറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇൻ, ഇപ്പുറത്തെ പൊട്ടൻഷ്യൽ വി സെഡ് ഡിവൈഡ് ബൈ ആർ റെസിസ്റ്റൻസ്. ആക്ച്വലി ഇതാണ് ആ ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മൾ ലൂപ്പ് അനാലിസിസ് വെച്ച് നേരത്തെ ചെയ്തു, അത്രേ ഉള്ളൂ. ഒരു ചോദ്യം ചെയ്യാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം ഇതാണ്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ജനർ ഡയോഡ് ആണ്. VZ equal to 10 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. PZM മാക്സിമം സെനർ പവർ ഈക്വൽ ടു 300 മില്ലി വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് 1.2K എന്ന് തന്നിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് 1K എന്ന് തന്നിട്ടുണ്ട്. ഈ വോൾട്ടേജ് 10 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ഡേറ്റാസ് ആണ് തന്നിട്ടുള്ളത്. പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് IZ കറണ്ട് ത്രൂ ദ സെനർ ഡയോഡ്. PZ കറണ്ട് PZ എന്ന് പറയുന്നത് സെനറിന്റെ പവർ ആണ്. ഇതെന്ന് പറയുന്നത് മാക്സിമം സെനർ പവർ ആണ്. മാക്സിമം സെനർ പവർ എന്ന് പറയുന്നത് VZ ഇൻറ്റു IZ മാക്സിമം ആണ്. ആക്ച്വലി ഇതിന്റെ മുകളിൽ പവർ കയറിയാൽ സെനർ കത്തിപ്പോകും. സോ ഇത് മാക്സിമം സെനർ പവർ ആണ്. VZ ഇൻറ്റു IZ മാക്സിമം. PZ എന്ന് പറയുന്നത്, അതായത് IZ ആക്ച്വലി സെനറിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ കോൺസ്റ്റന്റ് ആണ്. IZ ആണ് മാറുന്നത്. നമ്മളിവിടെ വോൾട്ടേജ് കൂട്ടി കൊണ്ടുവന്നു. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആകുമ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. VZ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾ കറണ്ട് ഇൻക്രീസ് ചെയ്താൽ സംഭവിക്കുന്നത് ഇതിലൂടെയുള്ള കറണ്ടിന്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഫ്ലോ ചെയ്യാവുന്ന മാക്സിമം സെനർ കറണ്ട് ആണ് IZM ഈക്വൽ ടു PZM ഡിവൈഡഡ് ബൈ VZ. അതൊരു ഡയോഡിന്റെ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പം PZ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു PZM ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഈ ടേം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇത് സെനറിന് അക്രോസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് PZഉം PZMഉം എന്താണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PZM എന്ന് പറയുന്നത് മാക്സിമം സെനർ പവർ ആണ്. മാക്സിമം സെനർ പവർ എന്ന് പറയുന്നത് VZ ഇൻറ്റു IZ മാക്സിമം ആണ്. VZ എന്ന് പറയുന്ന ടേം ഒരു കോൺസ്റ്റന്റ് ആണ്. ആക്ച്വലി നമ്മൾ ഇവിടെ വോൾട്ടേജ് കൂട്ടി വരുമ്പം VZD ഈക്വൽ ടു VZ ആകുമ്പോൾ എന്ത് സംഭവിക്കും? വോൾട്ടേജ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പിന്നെ ഇവിടെ വോൾട്ടേജ് കൂടി വരില്ല. ബട്ട് നമ്മൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞു വന്നത് സെനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആവണമെന്ന് നിർബന്ധമില്ല. സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അതാണ് ഈ IZ. ബട്ട് ഇതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട് ഓരോ സെനറിനും. അത് കൺസ്ട്രക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ഇതിന്റെ മുകളിലേക്ക് കറണ്ട് കൂടാൻ പാടില്ല. അത്രേ ഉള്ളൂ. ഇവരിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പർട്ടിക്കുലർ മൊമെന്റിലുള്ള PZ ആണ്. ഇത് പർട്ടിക്കുലർ മൊമെന്റിലുള്ള PZ എന്ന് പറയുന്നത് VZ ഇൻറ്റു IZ ആണ്. VZ ഇൻറ്റു IZ. ഈ IZ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും കൂടാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് സെനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് ചേഞ്ച് ചെയ്യില്ലല്ലോ. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ലേ? പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നത് എവിടെ പോകും? അത് സെനറിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ, അതായത് സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യും നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് പിന്നെ കൂട്ടി കൊടുത്താൽ. പക്ഷെ അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട്. ആ മാക്സിമം വാല്യൂ ആണിത്. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്?
ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എഴുതണ്ട. ഇതൊരു വേരിയബിൾ വോൾട്ടേജ് ആണ്. ഇൻപുട്ട് സോഴ്സ് വേരിയബിൾ ആണ്. ഞാൻ ഇത് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. ഇത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരുമ്പം ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി ഇസഡ് ഡി കൂടി വരും. വി ഇസഡ് ഡി ലെസ് ദാൻ വി ഇസഡ് ആകുന്ന കണ്ടീഷനിലൊക്കെ നമ്മൾ ഈ സെനറിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് മെഷർ ചെയ്താൽ കിട്ടുന്നത് വി ഇസഡ് ഡി ആയിരിക്കും. ആണല്ലോ. ഈ കണ്ടീഷനിൽ കൂട്ടി കൊണ്ടുവന്ന് സെനർ വോൾട്ടേജ് എത്തി. വി ഇസഡ് ഡി ഈക്വൽ ടു വി ഇസഡ് എന്ന് പറയുന്ന കണ്ടീഷൻ എത്തി. അതിനുശേഷം നമ്മൾ സെനറിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് വി ഇസഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇൻപുട്ട് സോഴ്സ് എത്ര ഇൻക്രീസ് ചെയ്താലും ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് മാറ്റം ഉണ്ടാവില്ല. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് മാറ്റം ഉണ്ടാവില്ല. ഈ കണ്ടീഷൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എത്ര കൂട്ടിക്കൊടുത്താലും ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, സെനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ആ വോൾട്ടേജ് ചേഞ്ച് ചെയ്യില്ല. അത് വി ഇസഡിൽ ഫിക്സ് ആയിട്ട് നിൽക്കും. ദെൻ ഈ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം വേറെന്ത് സംഭവിക്കും? കറണ്ടിന് ചേഞ്ച് ഉണ്ടാവും. ആ കറണ്ടിന് ചേഞ്ച് ഉണ്ടാവുന്ന എവിടെയാണെന്നറിയോ? ആ കറണ്ടിന് ചേഞ്ച് ഉണ്ടാവുന്നത് ഐ ഇസഡ് ആയിരിക്കും. കാരണം ഈ ആർ എൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ആർ എൽ ഫിക്സഡ് ആണ്, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഫിക്സഡ് ആണ്. ദെൻ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഫിക്സഡ് ആയിരിക്കും. ആർ എല്ലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഫിക്സഡ് ആയിരിക്കും. പക്ഷേ സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് എത്ര ഇൻക്രീസ് ചെയ്യാം? അത് ഒരു സെനർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ പ്രോപ്പർട്ടിയാണ്. അത് എത്ര ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഇക്വേഷൻ. ഓക്കെ, ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടി കൂടുന്നതിന്റെ അനുസരിച്ച് ഈ കറണ്ട് കൂടില്ല. കാരണം ആ റെസിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ്, ആ കറണ്ടിന് കൂടാൻ പറ്റില്ല. ദെൻ ബാക്കി എവിടെ പോകും? ഈ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. ഐ ഇസഡ്, പി ഇസഡ്, വോൾട്ടേജ് അക്രോസ് ലോഡ്, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്, ഇതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സെനർ ഓൺ ആണോ അല്ലയോ എന്നാണ്. സെനർ ഓഫ് ആണെങ്കിൽ എന്താ ഇത്? സെനർ ഓഫ് ആണെങ്കിൽ എന്താ ഇത്? നമ്മൾ മെഷർ ചെയ്ത് എടുക്കുന്ന ഒരു വോൾട്ടേജ് ഉണ്ടാവുമല്ലോ, വി ഇസഡ് ഡി. സെനർ ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കുന്നത് വി ഇസഡ് ഡി കണ്ടുപിടിച്ചിട്ടാണ്. വി ഇസഡ് ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ഇസഡ് ആണെങ്കിൽ സെനർ ഓൺ ആണ്, അല്ലെങ്കിൽ സെനർ ഓഫ് ആണ്. സെനർ ഓഫ് ആണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഇസഡ് ഡി ആയിരിക്കും. ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സെനർ ഓഫ് ആണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും, നമ്മൾ തിയററ്റിക്കലി മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ മെഷർ കിട്ടുക, അല്ലെങ്കിൽ ആർ എല്ലിന് അക്രോസ് ആയിട്ട് കിട്ടുക. സെനർ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ള ഒരു പ്രശ്നമേ അല്ല. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും, അല്ലെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും വി ഇസഡ് ആയിരിക്കും. വി എൽ ഈക്വൽ ടു വി ഇസഡ്. വി എൽ എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ആ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ?
ആ പോയിന്റ് ഉണ്ടെങ്കിലേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. വി സെഡ് ഡിയും വി സെഡും തിരിഞ്ഞു പോകരുത്. വി സെഡ് ഡി നമ്മൾ തിയററ്റിക്കലി മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഇതിന് അക്രോസ് ആയിട്ട്. അത് നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഉപയോഗിക്കും. വി സെഡ് ഡി നിങ്ങൾക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി സെഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് കിട്ടുന്നതെങ്കിൽ ജനറോ ഓഫ് ആണ്, അവിടെ വോൾട്ടേജ് റെഗുലേഷൻ ഇല്ല. ദെൻ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട്, ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ കിട്ടിയ വി സെഡ് ഡി തന്നെയായിരിക്കും. വി സെഡ് ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി സെഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ എത്തിയാൽ ജനർ ഓൺ ആണ്. ജനർ ഓൺ ആണെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ട്. വി എൽ എന്ന് പറയുന്നത് എപ്പോഴും വി സെഡ് ആയിരിക്കും. ഓക്കെ, ചെയ്തോ. ഐ സെഡ് കണ്ടെത്തുക, പി സെഡ് കണ്ടെത്തുക, വി എൽ കണ്ടെത്തുക, വി ആർ കണ്ടെത്തുക. വി എൽ എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, വി ആർ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അത് കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ലല്ലോ, അപ്പുറം ഇപ്പുറമുള്ള വോൾട്ടേജും കുറച്ചാൽ മതി. നിങ്ങൾക്കിത് ഓൺ സ്റ്റേറ്റിലാണോ ഓഫ് സ്റ്റേറ്റിലാണോ കിട്ടിയത്? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ അല്ലേ? ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്താ പാട്? ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ്. നിങ്ങൾ ഇത് കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം അവിടുത്തെ വോൾട്ടേജ് സെയിം ആണല്ലോ. ഓക്കെ, നിങ്ങൾ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇൻപുട്ട് വോൾട്ടേജ്, ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ ആണ്. ദെൻ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ആർ എൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് ആർ എൽ. നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? സമീഹ, എന്താ ആൻസർ കിട്ടുക? സമീഹ, എന്താ കിട്ടുക? 8 സംതിങ്. നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ എന്ത് തന്നിട്ടുണ്ട്? ജനറൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്, 10 എന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ കണ്ടീഷൻ എന്താ? നമ്മൾ മെഷർ ചെയ്ത വോൾട്ടേജ് ലെസ് ദാൻ വി സെഡ് ആണ്. സമീഹ മൈക്കുന്നുണ്ടെങ്കിൽ സമീഹ, വി സെഡ് ഡി ലെസ് ദാൻ വി സെഡ് ആണ്. ദെൻ നമ്മുടെ സിറ്റുവേഷൻ എന്താ? ജനറോ ഓഫ് ആണ്. ജനറോ ഓഫ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഓക്കെ, ദെൻ ഇനിയിപ്പോ എന്താ? ഫസ്റ്റ് ആദ്യം ഐ സെഡ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ സെഡ് എന്താ? ജനർ ഓഫ് ആണെങ്കിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. പി സെഡ് എന്ന് പറയുന്നത് ഐ സെഡ് ഇൻറ്റു വി സെഡ് ആണ്. ഐ സെഡ് 0 ആണ്, അപ്പൊ അതും 0. വി എൽ എന്ന് പറയുന്നത് ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഏതായിരിക്കും? ജനർ ഓഫ് സ്റ്റേറ്റിലാണ്, അപ്പൊ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഏതായിരിക്കും? നമുക്ക് കിട്ടിയ സംഭവം തന്നെ, 8 സംതിങ്. ദെൻ വി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 മൈനസ് 8 സംതിങ്. ഇത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കോ. ജനർ ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലം തീരും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം.
ചോദ്യം ഇതാണ്. VZ equal to 4.8 volt, the 12 ohm, the 6.3 volt. RL equal to 60 ohm. അല്ല 8 ഒന്നുകൂടെ ചെയ്ത് നോക്കിയാൽ മതി. ഇത് RL equal to 60 ohm. ഇത്രയാണ് ക്വസ്റ്റ്യനിലുള്ളത്. 6.3 volt. ഫൈൻഡ് IZ, അതാണ് ചോദ്യം. ഫൈൻഡ് IZ. ചെയ്ത് നോക്ക്. ആദ്യം ജനർ ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയണം. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ടി വരും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 എന്ന് കിട്ടും. 5 വോൾട്ടേജ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് VZD is greater than or equal to VZ. ദെൻ ഓൺ സ്റ്റേറ്റിലാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? IZ കണ്ടെത്തണം. IZ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? IR എന്ന് പറയുന്നത്, അതായത് ഈ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അവിടെ എത്തുമ്പോൾ ഡിവൈഡ് ചെയ്തു പോകും. IZ പ്ലസ് IL ആയിട്ട് പോകും. ILും IRും കണ്ടെത്തിയാൽ IZ കിട്ടും. അക്ഷയ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. IL എന്തായിരിക്കും? IL ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അക്ഷയ, IL എന്തായിരിക്കും? ഇക്വേഷൻ പറഞ്ഞാൽ മതി. VZD divided by RL ആണ്. 6.3 into അല്ല, ഇതാണോ IL? അല്ല, VZD ആണോ എന്നാണ് എന്റെ ചോദ്യം. IL നമ്മൾ മെഷർ ചെയ്യുമ്പോൾ VZ അല്ലേ എടുക്കേണ്ടത്? 4.8 divided by 60. ഓക്കെ, മൈക്ക് ഓഫ് ആയിരിക്കും. ആൻസർ ഒന്ന് ചെയ്തു വെച്ചാൽ മതി. ചെയ്തോ.
0.08 കിട്ടും. 0.08 ആംപിയറിന് കിട്ടും. ദെൻ ഇതിനെ നമുക്ക് മില്ലി ആംപിയർ എന്ന് എഴുതാലോ. ഓക്കെ. ദെൻ IR എന്തായിരിക്കും? IR ഈക്വൽ ടു ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 6.3 മൈനസ് 4.8 ഡിവൈഡ് ബൈ 12 എന്ന് എഴുതും. which is equal to 125 മില്ലി ആംപിയർ എന്ന് കിട്ടും. ദെൻ IZ എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് 45 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ആക്ച്വലി സെനറിന്റെ പ്രോബ്ലത്തിൽ ആകെ നിങ്ങൾ ഇത്രേ അറിയേണ്ടതുള്ളൂ. ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കുക. ഓൺ ആണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ ആയിരിക്കും. ഓഫ് ആണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ച വോൾട്ടേജ് ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച വോൾട്ടേജ് ആയിരിക്കും. അത്രേ സെനറിൽ അറിയാനുള്ളൂ. ഓക്കെ, അടുത്ത ഇത് നമ്മൾ ആദ്യം കണ്ടത് ഇൻപുട്ടും ലോഡ് റെസിസ്റ്റൻസും ഫിക്സ് ആയിട്ട് വെച്ചൊരു പ്രോബ്ലം ആയിരുന്നു. ഇനി സെക്കൻഡ് കേസ്. നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഇത് രണ്ടുപേർക്കും അത് കിട്ടിയ തെറ്റാണേ. 8.48 കിട്ടൂലോ, അത് അങ്ങനെയല്ലേ കിട്ടുക? VZ ഈക്വൽ ടു 10 ഇൻറ്റു 1.2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1.2 ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുക? 5.45 ആണ് കേട്ടോ. ആണല്ലോ. ഓ, ഞാൻ എഴുതി തെറ്റിപ്പോയതാ. ഓക്കെ. 5 പോയിന്റ് കിട്ടുക. എന്നാലും ഓക്കെ. അപ്പം VR മാറി വരും കേട്ടോ. ഓക്കെ. 5.45 ആണ് കിട്ടുക. 5.45. ഓക്കെ. ഇപ്പോഴും നമ്മളുടെ കണ്ടീഷന് ചേഞ്ച് ഒന്നുമില്ല, ഓഫ് കണ്ടീഷൻ ആണ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് വൺ. VI is fixed. RL is variable. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കുക. RL മാക്സിമവും RL മിനിമവും കണ്ടെത്താനായിരിക്കും. RL മിനിമവും കണ്ടെത്താനായിരിക്കും. വേരിയബിൾ റെസിസ്റ്റൻസ്, ഇൻപുട്ട് വോൾട്ടേജ് R. ഓക്കെ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IR. അത് ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലോഡ് കറണ്ട് ആയിട്ടും സെനർ കറണ്ട് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. RL മിനിമം അല്ലേ? RL മിനിമവും RL മാക്സിമവും. ഫസ്റ്റ് കണ്ടീഷൻ RL മിനിമം. IR ഈക്വൽ ടു IZ പ്ലസ് IL ആയിരിക്കുമല്ലോ.
IR എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലേ? ഇതൊരു ഫിക്സഡ് വാല്യൂ ആണ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫിക്സഡ് ആണ്. IZ പ്ലസ് IL. കറണ്ട് എന്ന് പറയുന്നത് V/R ആണല്ലോ. RL മിനിമം ആയ, ഇത് മിനിമം ആയ എന്താ ഗുണം? I മാക്സിമം ആവും. ദാറ്റ് ഈസ് IL മാക്സിമം ആയിരിക്കണം. IL മാക്സിമം ആയാൽ IZ മിനിമം ആയിരിക്കണം. എന്നാലേ ഇത് ഫിക്സ് ആവുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ റെസിസ്റ്റൻസ് മിനിമം ആയാൽ ഇതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അത് മാക്സിമം ആവുമല്ലോ. നമുക്ക് ഇതിലേക്ക് വരുന്ന കറണ്ട് ഫിക്സഡ് ആണ്. ഇത് കൂടിയാൽ എന്ത് സംഭവിക്കും? ഇത് കുറയും. അതാണ് എഴുതി വെച്ചിരുന്നത്. ദെൻ IZ മിനിമം എന്ന് പറയുന്നത്, കറണ്ട് മിനിമം എന്ന് പറയുന്നത് വോൾട്ടേജ് മിനിമം ആണ്. VZ മിനിമം ആണ്. അതായത് VZD മിനിമം ആണ്. അതായത് ജനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മിനിമം ആയിരിക്കണം. I is proportional to V ആണ്. ജനറിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മിനിമം ആണെങ്കിൽ ജനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മിനിമം ആയിരിക്കണം. ജനർ ഓൺ കണ്ടീഷനിൽ കിടക്കുമ്പോൾ ഉള്ള ഏറ്റവും മിനിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിലൂടെയുള്ള ആകെ വോൾട്ടേജ് VZ ആണ്, which is equal to VZ. ഈ എഴുതി വെച്ചതിന് എന്താ മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടം വരെ മനസ്സിലായല്ലോ. നമുക്ക് RL ഉള്ള കറണ്ട്, RL മിനിമം ആയാൽ അതിലൂടെയുള്ള കറണ്ട് മാക്സിമം ആവും. അതിലൂടെയുള്ള കറണ്ട് മാക്സിമം ആവണമെങ്കിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയണം. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് മിനിമം ആകും, ആണല്ലോ. കറണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മിനിമം ആയാൽ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മിനിമം ആയിരിക്കണം. അതായത് അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മിനിമം എന്ന് പറഞ്ഞാൽ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ ആയിരിക്കണം. ദെൻ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ എന്ന് പറയുന്നത് V ഇൻപുട്ട് ഇൻറ്റു RL ഡിവൈഡഡ് ബൈ R പ്ലസ് RL അല്ലേ? ആണല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് RL മിനിമത്തിന് ഇക്വേഷൻ കിട്ടും. നമ്മളിവിടെ RL എടുത്തിരിക്കുന്നത് മിനിമം വാല്യൂ ആണ്. ദെൻ ഇതിൽ നിന്ന് RL മിനിമം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു V ഇൻപുട്ട് VZR അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താൽ മതി. VZR ഇൻറ്റു V ഇൻപുട്ട് മൈനസ് VZ എന്ന് കിട്ടും. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്. RL വേരിയബിൾ ആണ്, നമ്മളുടെ ലോഡ് റെസിസ്റ്റൻസ് വേരിയബിൾ ആണ്. രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്, RL മാക്സിമവും RL മിനിമവും എന്ന് പറയുന്നത്. RL മാക്സിമം ആയാൽ എന്താ സംഭവിക്കുക? RL മാക്സിമം ആയാൽ മാക്സിമം കറണ്ട് IZലൂടെ ജനറിലൂടെ ഫ്ലോ ചെയ്യും. അതായത് IZ മാക്സിമം ആയിരിക്കും. RL മിനിമം ആയാൽ എന്തായിരിക്കും കണ്ടീഷൻ? കൂടുതൽ കറണ്ട് ILലൂടെ ഫ്ലോ ചെയ്യും. അതായത് IZ മിനിമം ആയിരിക്കും. ഓക്കെ, രണ്ട് കണ്ടീഷൻ. RL മാക്സിമം ആയാൽ IZ മാക്സിമം ആവും. RL മിനിമം ആയാൽ IZ മിനിമം ആയിരിക്കും. അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്, ആണല്ലോ. IZ മിനിമം എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഏറ്റവും മിനിമം ആയിരിക്കണം. അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് VZD മിനിമം എന്ന് പറയുന്നത് VZ ആണ്.
ദെൻ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് നമ്മൾ ഇക്വേഷൻ എഴുതി വി ഇസഡ് ഈക്വൽ ടു വി ഇൻപുട്ട് ഇൻറ്റു ആർ എൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ എൽ. ഇതെന്ന് പറയുന്നത് വി ഇസഡ് ഡിയുടെ ഇക്വേഷൻ ആണ്. അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻറ്റു ആർ എൽ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ എൽ എന്ന് നമ്മൾ ആദ്യം എഴുതിയ വോൾട്ടേജ് ഡിവിഷന്റെ ഇക്വേഷൻ ആണ്. അവിടെ വി ഇസഡ് നമ്മൾ മിനിമം വാല്യൂ ഇട്ട് കൊടുത്തു. വി ഇസഡ് ആർ എല്ലിനും നമ്മൾ മിനിമം വാല്യൂ ഇട്ട് കൊടുക്കുന്നു, ആർ എൽ മിനിമം. ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇതാണ് ആർ എൽ മിനിമം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഇനി അടുത്ത കണ്ടീഷൻ ആർ എൽ മാക്സിമം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ. ആർ എൽ മാക്സിമം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ എളുപ്പമാണ്, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് സെനറിന് അക്രോസ് ആയിട്ട് ഉള്ള പി സെഡ് എം ഫിക്സഡ് ആണ്. മാക്സിമം സെനർ പവർ, മാക്സിമം സെനർ പവർ ആണല്ലോ. ദെൻ ഐ ആർ ഈക്വൽ ടു ഐ സെഡ് പ്ലസ് ഐ എൽ. ആർ എൽ മാക്സിമം ആയാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയും, മിനിമം ആകും. ഇത് ഫിക്സഡ് ആണ്. ദെൻ ഐ എൽ മിനിമം ആയാൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഐ സെഡ് മാക്സിമം ആയിരിക്കണം. ആവണ്ടേ? ഐ സെഡിന് നമുക്ക് പറ്റാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് സെനർ പവർ ഡിവൈഡഡ് ബൈ മാക്സിമം സെനർ പവർ, ഐ സെഡ് മാക്സിമം സെനർ പവർ ഡിവൈഡഡ് ബൈ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. ഇത് ക്ലിയർ ആണോ? ഒന്നുമില്ല, നമ്മൾ ആ കണ്ടീഷൻ വെച്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മാക്സിമം സെനർ പവർ ഡിവൈഡ് ബൈ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. ദെൻ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിലേക്ക് ഐ ആർ എന്ന് പറയുന്നത് വി ഇൻപുട്ട് മൈനസ് വി സെഡ് ഡിവൈഡഡ് ബൈ ആർ ആണ്, പ്ലസ് ഐ സെഡ് എന്ന് പറയുന്നത് പി ഈക്വൽ ടു പി ഇസഡ് എം ഡിവൈഡഡ് ബൈ വി ഇസഡ് ആണ്, പ്ലസ് ഐ എൽ എന്ന് പറയുന്നത് എന്താ? ഐ എൽ എന്ന് പറയുന്നത് വി ഇസഡ് ഡിവൈഡഡ് ബൈ ആർ എൽ മാക്സിമം ആണ്. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ആർ എൽ മാക്സിമം കണ്ടെത്തുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം, അപ്പോഴത്തേക്കും കൺഫ്യൂഷൻ മാറിക്കോളും. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുന്ന ടേം. ഇതിൽ നിന്നാണ് നമ്മൾ ആർ എൽ മാക്സിമം ആർ എൽ മിനിമത്തിലേക്കും എത്തുന്നത്. കുഴപ്പമില്ലല്ലോ. ആർ എൽ മാക്സിമം നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആർ എൽ മാക്സിമം ആവണമെങ്കിൽ ഐ സെഡ് മാക്സിമം ആയിരിക്കണം. ഐ സെഡ് മാക്സിമത്തിന് നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, അതറിയാം, അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആർ എൽ മിനിമം ആകുമ്പോഴേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുവുള്ളൂ. കൺഫ്യൂഷൻ ഒന്നുമില്ല. ആർ എൽ മിനിമം ആയാൽ അതിലൂടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യണം. അതിലൂടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയണം. ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയുക എന്ന് പറഞ്ഞാൽ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആയതുകൊണ്ട് ജനർ ഡയോഡിന് അക്രോസ് ആയിട്ട് മെഷർ ചെയ്യുന്ന വോൾട്ടേജ് മിനിമം ആയിരിക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു വി സെഡ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർ എൽ മിനിമം കണ്ടെത്തും. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആർ എൽ മിനിമം. നിങ്ങളാ ഞാൻ എഴുതുന്ന ഇക്വേഷൻ എടുത്ത് എഴുതരുത്, നിങ്ങൾ എഴുതണം. നിങ്ങൾ ആദ്യം മുതൽ എഴുതിയിട്ട് ആ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് പ്രോബ്ലം ചെയ്യണേ. ഇക്വേഷൻ ഡയറക്റ്റ് എടുത്ത് എഴുതരുത്. നിങ്ങൾ ഇത് ഇവിടെ മുതൽ എഴുതണം. ഐ ആർ ഈക്വൽ ടു ഐ സെഡ് പ്ലസ് ഐ എൽ മുതൽ എഴുതി ചെയ്ത് വന്നിട്ട് മാക്സിമം മിനിമം കണ്ടീഷൻ ഇട്ട് കൊടുത്ത് നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് വരണം. ഇതാണ് ഫൈൻഡ് ആർ എൽ മിനിമം ആൻഡ് ആർ എൽ മാക്സിമം. ഫൈൻഡ് ആർ എൽ മിനിമം ആൻഡ് ആർ എൽ മാക്സിമം. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്.
ഇത് RL, വേരിയബിൾ റെസിസ്റ്റൻസ് RL. ഇത് 20 വോൾട്ട്. ഇത് 222 ഓം. ഇത് VZ equal to 10 വോൾട്ട്. PZM equal to 400 milliwatt. ഓക്കെ, ചെയ്തു നോക്ക്. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ 222 ഓം 2 കിലോ ഓം. ഓപ്ഷൻ ബി 100 ഓം 10 കിലോ ഓം. ഓപ്ഷൻ സി 222 ഓം 10 കിലോ ഓം. ഓപ്ഷൻ ഡി 100 ഓം 2 കിലോ ഓം. ഞങ്ങൾക്കിത് ചെയ്യാനേ ഒരു എളുപ്പമാർഗമുണ്ട്. ഓപ്ഷൻസ് നോക്കി ചെയ്യാൻ ഒരു എളുപ്പമാർഗമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ജനറിന് VZ കണ്ടുപിടിക്കുമ്പോഴേ VZ ഈസ് പ്രപ്പോർഷണൽ ടു RL അല്ലേ? അതായത് RL കൂടുന്നതനുസരിച്ച് VZ കൂടും. നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും മിനിമം റെസിസ്റ്റൻസ് 100 ഓം ആണ്. ആ 100 ഓം എടുത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ 100 ഓം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് VZ എന്താ കിട്ടുക? VZ ഈക്വൽ ടു 20 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 322 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ എത്രയാണ് കിട്ടുക? 6 വോൾട്ടേജ് കിട്ടുക. 6 വോൾട്ട്. നമ്മളുടെ ജനർ ഡയോഡിന്റെ വോൾട്ടേജ് 10 വോൾട്ട് ആണ്. 6 വോൾട്ട് കിട്ടിയാൽ ഇത് വർക്ക് ചെയ്യില്ല. ദെൻ ബിയും ഡിയും തെറ്റായിരിക്കും. ഓപ്ഷൻസ് തെറ്റായിരിക്കും. ബിയും ഡിയും ഓപ്ഷൻസ് തെറ്റായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മാക്സിമം ജനർ പവർ 400 മില്ലി വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് ഓപ്ഷനിലുള്ള അങ്ങനെ ചെയ്യല് പാടായിരിക്കും കേട്ടോ. നമ്മൾ നേരെ ഉള്ള വഴി ചെയ്തേ പറ്റുള്ളൂ. ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യല് പാടായിരിക്കും. നിങ്ങൾ നേരെയുള്ള വഴി തന്നെ ചെയ്തോ. RL മിനിമവും RL മാക്സിമവും എടുത്ത് തന്നെ ചെയ്തോ. പക്ഷെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ മിനിമം വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ജനർ ഓൺ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ജനർ ഓൺ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഈ RL മിനിമം RL മാക്സിമത്തിന്റെ വാല്യൂ നോക്കിയിട്ട് കാര്യമുള്ളൂ. ജനർ ഓഫ് ആണെങ്കിൽ പിന്നെ ഇവിടെ മിനിമം മാക്സിമം ഒന്നും ഉണ്ടാവില്ല. RL ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും.
ഓപ്ഷൻ എ ആണ്. RL മിനിമം 222 ഓം എന്ന് കിട്ടും. ദെൻ RL മാക്സിമം കണ്ടെത്തണമെങ്കിൽ RL മാക്സിമം അല്ലേ? ബാക്കിയുള്ളവർ വേഗം ചെയ്തു തീർത്തേ, രണ്ടുപേരും കൂടെ ചെയ്തു തീർത്തിട്ടൊന്ന് പറ. Okay. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, in the voltage regulator shown, in the voltage regulator shown, power dissipation in the Zener diode is. Power dissipation in the Zener diode is 150 ohm, 50 volt, 75 ohm. PZ equal to 15 volt. Option A 0 watt, option B 1 watt, option C 1.5 watt, option D 2 watt, option E 0.5 watt. ചെയ്തോ? PZ കണ്ടെത്തിയാൽ മതി. ആദ്യം ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. VZ equal to 50 into 75 divided by 225. ആൻസർ എന്ത് കിട്ടും? 16.6 കിട്ടും. ജനറ ഓൺ ആണ്. പവർ കണ്ടെത്താൻ വേണ്ടി PZ ഈക്വൽ ടു VZ ഇൻറ്റു IZ കണ്ടെത്തണം. IZ ഈക്വൽ ടു IR മൈനസ് IL. IR എന്താ?
0.5 വാട്ടാണ് കിട്ടുക. 0.033 ആംപിയറിന് കിട്ടും. IZ into 50. .495 കിട്ടും. That is PZ equal to 0.03 into 15 കിട്ടും. 15 volt, which is equal to 0.495 watt എന്ന് കിട്ടും. അതാണ് ആൻസർ. ഡി അല്ല, ഈ ആൻസർ കിട്ടുക. 0.5 വാട്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സെനർ അത്ര നന്നായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് നാളത്തെ ക്ലാസ്സും കൂടെ നോക്കാം. സെനറിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. എളുപ്പമാണ്. സെനർ ഡയോഡ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓഫ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. IZ 0 PZ 0 എന്നൊക്കെ ഇട്ട് കൊടുക്കാം. ഓൺ ആണെങ്കിലേ ചെയ്യാനുള്ളൂ. എന്തായാലും നാളെ ഇതിന്റെ ബാക്കി എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു. സമീഹ ഈ ആണ് കിട്ടുക. സമീഹ കിട്ടിയോ? ഈ